വയനാട്ടിൽ അത്രയ്ക്ക് പോപ്പുലർ അല്ലാത്ത എന്നാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 11 സ്പോട്ടുകൾ കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയാലോ. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ക്രൗഡഡ് അല്ലാത്ത വയനാട്ടിലെ കുറച്ച് ഹിഡൻ ജെംസ് തന്നെയാണ് ഇന്നും നമ്മൾ കാണിക്കാൻ പോകുന്നത്. ശരിക്കും വയനാടിൻ്റെ ആ വയനാടൻ ബ്യൂട്ടി എക്സ്പ്ലോർ ചെയ്തു വരാം. വയനാട്ടിൽ മക്കിയാട് അടുത്ത് മീൻമുട്ടി വാട്ടർഫാൾസിൻ്റെ അടുത്തുള്ള ഒരു ബ്യൂട്ടിഫുൾ വ്യൂ പോയിന്റ് ആണ് കോറം വ്യൂ പോയിന്റ്. നാരങ്ങാച്ചാൽ വ്യൂ പോയിന്റ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടി ചെറിയൊരു വഴി, ലാസ്റ്റ് ഒരു വ്യൂ പോയിന്റ്. മൂന്നാറിലൊക്കെ കാണാൻ പറ്റുന്ന പോലത്തെ ഒരു കിടിലൻ വ്യൂ പോയിന്റ് ആണിത്. മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലോട്ട് കയറിയാണ് ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നത്. വയനാട് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്ത്യയിൽ ധർമ്മശാല കഴിഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റേഡിയം. നേരെ മുമ്പിൽ കൊളകപ്പാറ മല, ചുറ്റും വയനാടിൻ്റെ പച്ചപ്പ്. ഇതെല്ലാം കൊണ്ട് തന്നെ ഇവിടം ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഈവനിങ് ടൈമാണ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ടൈം. അപ്പോൾ നമുക്കൊരു അടിപൊളി സൺസെറ്റും കാണാൻ പറ്റും. കുറുമ്പാലക്കോട്ട വയനാട്ടിലെ ഏറ്റവും ഈസിയായി ഓർ ക്ലൗഡ് ബെഡ് കാണാൻ ഏറ്റവും ചാൻസ് കൂടുതലുള്ള ഒരു സ്ഥലം. ഞാനിവിടെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും എനിക്കത് കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല. എന്തോ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു തന്നെ കുറുമ്പാലക്കോട്ടയ്ക്ക്. ചെമ്പ്ര പീക്കിൻ്റെ മുകളിൽ മാത്രമല്ല, വേറെയും ഒരു ലവ് ലേക്ക് വയനാട്ടിലുണ്ട്. മീനങ്ങാടിയിൽ നിന്ന് പുൽപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് പാപ്പളശ്ശേരിക്കടുത്താണ് ഈ ഒരു ലേക്ക് ഉള്ളത്. അധികം ആൾക്കാരൊന്നും അറിയാത്ത ഒരു ഹിഡൻ പ്ലേസ് ആണിത്. കറക്റ്റ് ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വഴിയിൽ തന്നെ വേറെയും ഇതുപോലത്തെ ലേക്കുകളുണ്ട്. ഒരു സൈഡിൽ മൊത്തം ആമ്പലുകളാണിതിൽ. വയനാടിൻ്റെ ലോഡ്സ്, അതാണ് മഞ്ഞൂറ ക്രിക്കറ്റ് ഗ്രൗണ്ട്. മഴക്കാലം ആകുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ പോകുന്ന ഈ ഒരു ഗ്രൗണ്ട് വേനൽക്കാലം ആകുമ്പോൾ ദാ ഇങ്ങനെ തെളിഞ്ഞു വരും. പിന്നെ ഇവിടെ കളിയുടെ പൊടി പൂരമാണ്. ബാണാസുര സാഗർ ഡാമിലെ വെള്ളമാണ് ഇവിടെ വന്ന് നിറഞ്ഞു നിൽക്കുന്നത്. വേനൽക്കാലമാകുമ്പോൾ ഇവിടെ നടക്കുന്ന ക്രിക്കറ്റ് ടൂർണമെൻറ്റുകൾ അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്.
മേപ്പാടിയിൽ നിന്ന് സൂചിപ്പാറ ഭാഗത്തേക്ക് പോകുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സിപ്പ് ലൈനാണിത്. വയനാട്ടിൽ ഇപ്പോൾ മുക്കിലും മൂലയും സിപ്പ് ലൈനുകൾ കാണാം. തുടക്കകാലത്തുണ്ടായിരുന്ന സിപ്പ് ലൈനുകളിൽ ഒന്നാണ് ഈ കാണുന്ന സിപ്പ് ലൈൻ. ഒരു പാറയുടെ മുകളിൽ മറ്റൊരു പാറ. വയനാടിൻ്റെ റോക്ക് ഗാർഡൻ എന്നറിയപ്പെടുന്ന അമ്പലവയൽ ഭാഗത്താണ് ഈ പാറയുള്ളത്. ഇവിടെ നിന്നുള്ള സൺസെറ്റ് അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. മേപ്പാടിയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്ന വഴി തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്ന ഒരു പാറയാണ് സെന്റിനൽ റോക്ക്. ഇത് കണ്ടിട്ട് വെള്ളാരങ്കല്ല് പോലെയുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു പുഴയുണ്ട്, അതിനോട് ചേർന്നൊരു ഗ്രൗണ്ടും. ദൂരെ മലയുടെ താഴ്വാരത്ത് നിന്ന് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ വരുന്ന പുഴ, അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. മാനന്തവാടിയിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ വയനാട് എഞ്ചിനീയറിംഗ് കോളേജൊക്കെ കഴിഞ്ഞ് മലമുകളിൽ കാണാൻ പറ്റുന്ന ഒരു പള്ളിയാണ് ഇത്. ആ മല മുഴുവൻ തേയിലത്തോട്ടാണ്. അതുകൊണ്ട് തന്നെ ഈവനിങ് ടൈമിലൊക്കെ ഈ ഒരു പള്ളി കാണാൻ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. വയനാട്ടിലെ ഏറ്റവും സുന്ദരമായ ഒരു നാട്ടുവഴിയാണ് പുൽപ്പള്ളിക്കടുത്ത് കൊളറാട്ടുകുന്നിലെ ഈ ഇൻ്റർലോക്ക് വഴി. ഇതിലെ പശുക്കളെയും ആടുകളെയും മേച്ചുകൊണ്ടുപോകുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു മരമുണ്ട്, ഒരു കേവ് ട്രീ. ഇതിനുള്ളിൽ കയറി നിൽക്കാം, ബട്ട് മുകളിൽ ഓട്ടയാണ് കേട്ടോ. ഒരു പുഴയുടെ കുറുകെ മരം വെട്ടിയിട്ട് കമ്പുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ പാലം. ഇവിടെ എത്തിപ്പെടൽ കുറച്ച് പണിയാണ്. മുണ്ടക്കൈക്കടുത്ത് ഏലമലയിലാണ് ഈ പാലം ഉള്ളത്. കാട്ടുവഴിയിലൂടെ ഓഫ് റോഡൊക്കെ ചെയ്തു വേണം ഇവിടെ എത്താൻ. പിന്നെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഉള്ളിലാണ്. സോ അവരുടെ പെർമിഷനൊക്കെ ചോദിച്ചു വേണം ഇങ്ങോട്ട് പോകാൻ. ഞങ്ങൾ പോയപ്പോൾ മഴയായിരുന്നു, അതുകൊണ്ട് ബൈക്ക് പകുതി വരെ പോയി അവിടെ വെച്ച് നടന്നാണ് അങ്ങോട്ട് എത്തിയത്. ഇവിടെ നല്ല രീതിയിൽ അട്ടയുണ്ട്.
കുറച്ചധികം പുതിയ സ്പോട്ടുകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.